നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ കൂടുതൽ വിരമിക്കലുകൾ സംഭവിക്കുമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചത്. ബ്രിസ്ബേണിലെ ഗാബയിൽ നടന്ന 3-ാം ടെസ്റ്റ് സമനിലയിൽ കലാശിച്ച മിനിറ്റുകൾക്കകമായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള അശ്വിന്റെ ഈയൊരു വിരമിക്കൽ പ്രഖ്യാപനം. എന്നാൽ ഇതുകൊണ്ടൊന്നും വിരമിക്കലുകൾ നിൽക്കാൻ പോകുന്നില്ല എന്നും 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് ശേഷം 3 വമ്പൻ താരങ്ങൾ കൂടി കളി മതിയാക്കിയേക്കും എന്നുമാണ് വിവരങ്ങളായി ലഭിക്കുന്നത്. ദേശീയ മാധ്യമമായ ദൈനിക് ജാഗരണിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ അഭിഷേക് ത്രിപാഠിയാണ് ആരാധകരെ ആശങ്കയിലാക്കുന്ന ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ICCയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ അടുത്ത വർഷം ജൂണിൽ നടക്കാനിരിക്കെ ഇന്ത്യയുടെ സാധ്യതകൾ ഇപ്പോഴും തുലാസിലാണ്. ഓസ്ട്രേലിയയുമായുള്ള പരമ്പരയിലെ ശേഷിച്ച 2 ടെസ്റ്റുകളിൽ ജയിക്കാനായാൽ മാത്രമേ ഇന്ത്യക്ക് ഇനി ഫൈനൽ സാധ്യത ഉള്ളൂ. എന്നാൽ നിലവിലെ പ്രകടനം പരിഗണിക്കുമ്പോൾ ഇന്ത്യക്ക് അതിന് കഴിയുമോ എന്ന കാര്യം സംശയവുമാണ്. ദ അനലൈസർ എന്ന എക്സ് പേജിൽ പങ്കുവച്ചിട്ടുള്ള ചർച്ചയിൽ സംസാരിക്കവെയാണ് അഭിഷേക് ത്രിപാഠി അടുത്തതായി വിരമിച്ചേക്കാവുന്ന ഇന്ത്യൻ താരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയയുമായുള്ള ശേഷിച്ച 4 ഇന്നിംഗ്സുകളിൽ നന്നായി കളിക്കാനായില്ല എങ്കിൽ സിഡ്നി ടെസ്റ്റിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയില്ല എങ്കിൽ രോഹിത്തിനൊപ്പം വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ എന്നീ 3 പേർ കളി മതിയാക്കും എന്നാണ് വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറയുകയായിരുന്നു. ഈ പരമ്പര കഴിഞ്ഞാൽ ഇന്ത്യയുടെ 4 പേർ വിരമിക്കാനിടയുണ്ട് എന്ന് താൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവരിൽ ഒരാൾ അശ്വിൻ ഇപ്പോൾ കളി നിർത്തിക്കഴിഞ്ഞു. ഇനി 3 പേർ കൂടി പോയേക്കുമെന്നുമാണ് ത്രിപാഠി വ്യക്തമാക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ ബാറ്റിംഗിൽ പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ കഴിയാത്തതിനാൽ തന്നെ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ പ്രസവത്തെ തുടർന്ന് പെർത്തിലെ ആദ്യ ടെസ്റ്റ് രോഹിത്തിന് നഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ടീമിനെ നയിച്ച ജസ്പ്രീത് ബുംറ 295 റൺസിന്റെ വമ്പൻ ജയം ഇന്ത്യക്ക് സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ 2-ാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ തിരികെ എത്തിയത് മുതൽ ഇന്ത്യയുടെ പതനം തുടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ അഡ്ലെയ്ഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ 10 വിക്കറ്റിനാണ് ഇന്ത്യ നാണം കെട്ട് തോറ്റത്. സമനിലയിൽ കലാശിച്ച ഗാബയിലെ 3-ാം ടെസ്റ്റിൽ ഒരു ഘട്ടത്തിൽ ഇന്നിംഗ്സ് തോൽവിയുടെ വക്കിലായിരുന്നു ടീം ഇന്ത്യ. എന്നാൽ ആദ്യ ദിവസം മുതൽ വില്ലനായി എത്തിയ മഴ കാരണം ഇന്ത്യ രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ക്യാപ്റ്റൻസിയിൽ ഒട്ടും അഗ്രസീവായിട്ടല്ല ഈ പരമ്പരയിൽ രോഹിത് കാണപ്പെടുന്നത്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയെ ബുംറ അതിഗംഭീരമായി നയിച്ച് വിജയിപ്പിച്ചപ്പോൾ രോഹിത്തിന്റെ ക്യാപ്റ്റൻസി അത്രത്തോളം ഇല്ല എന്ന് കഴിഞ്ഞ 2 ടെസ്റ്റുകളും കാണിച്ചു തരികയായിരുന്നു. കൂടാതെ 2-ാം ടെസ്റ്റ് മുതൽ ഓപ്പണിംഗ് വിട്ട് 6-ാം നമ്പറിലേക്ക് മാറിയ ശേഷം അവിടെയും അദ്ദേഹത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല. 6.33 എന്ന ദയനീയ ശരാശരിയിൽ വെറും 19 റൺസ് മാത്രമേ രോഹിത് നേടിയിട്ടുള്ളൂ. കോഹ്ലിയും ബാറ്റിംഗിൽ മികച്ച ഫോമിലല്ല കാണപ്പെടുന്നത്. ആദ്യ ടെസ്റ്റിന്റെ 1-ാം ഇന്നിംഗ്സിൽ നേടിയ സെഞ്ചുറി മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള 4 ഇന്നിംഗ്സുകളിലും അദ്ദേഹം ഫ്ലോപ്പായി മാറുകയായിരുന്നു. 126 റൺസാണ് പരമ്പരയിൽ കോഹ്ലി നേടിയിരിക്കുന്നത്. ഓഫ് സ്റ്റംപിന് പുറത്താക്കി പോകുന്ന ബോളുകളിൽ വിക്കറ്റ് കൈവിടുക എന്നത് അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജഡേജ ആകട്ടെ ഇതിനോടകം തന്നെ ഒരു ടെസ്റ്റാണ് കളിച്ചത്. അതിൽ 77 റൺസ് നേടിയെങ്കിലും ബൗളിംഗിൽ നിരാശപ്പെടുത്തുകയായിരുന്നു. 23 ഓവറിൽ 95 റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല.